വാടകയ്ക്കെടുത്ത ഫ്ലാറ്റ് നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കാം. കണ്ടുപിടിച്ച ആരുമല്ല, അത് നിയമപരമായ ഒരു ബാധ്യതയുമില്ലാതെ ഇതുപോലൊരു പറ്റിയിലാണ് കാസർഗോഡുകാരൻ എച്ചിക്കാനം ആനന്ദാശ്രമം ചാമക്കുറ്റി വീട്ടിൽ രാജ്മോഹനൻ നടത്തുന്നത്. 42 വയസ്സുള്ള രാജ്മോഹനെ ഇന്നലെ ആലപ്പുഴയിൽ അറസ്റ്റ് ചെയ്തു. ഇത് വളരെ രസകരമായിരിക്കുന്നു പുള്ളിയുടെ ആ തട്ടിപ്പുകൾ. ഇയാൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തു. നല്ല വാടകയാണ്, അവിടെ അങ്ങ് താമസിക്കുകയാണ്. അതിനുശേഷം വാടകയൊക്കെ ചിലപ്പം കൃത്യമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ദുരിതശത്തിൽ തന്നെയാണ് വാടകയ്ക്ക് ഫ്ലാറ്റ് എടുത്തത്. അതിനുശേഷം രഹസ്യമായിട്ട് ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥനൊക്കെ ചിലപ്പം വിദേശത്തോ വെളിയിൽ എവിടെയൊക്കെ ആയിരിക്കാം, ആ ഫ്ലാറ്റ് 15 ലക്ഷം രൂപയ്ക്ക് ഒറ്റയ്ക്ക് കൊടുത്തു. അപ്പോൾ ആ പൈസ വാങ്ങിച്ചു. അതുമായിട്ട് നേരെ എറണാകുളം വിട്ട് ആലപ്പുഴയിൽ പോയി. അപ്പോൾ ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആലപ്പുഴ ചെന്നൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസം തുടങ്ങി. അതിനുശേഷം അയാൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ തന്നെ അവിടെ കോയർഫെട്ടിൻ്റെ മുൻ പർച്ചേസ് ഓഫീസർ മാനേജർ കൈതവനം കണിയാങ്കുളം അവർണയിലെ KR സുദർശനും 75 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകൾ വശം വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. അദ്ദേഹം ഭാര്യയെ മാത്രമാണ് വീട്ടിലുള്ളത്. ഭാര്യ അവർക്ക് 66 വയസ്സുണ്ട്. രണ്ടുപേരും പ്രായമായൊരു വീട്ടിൽ താമസം. പത്രത്തിലെ പരസ്യം കണ്ട് ഇയാൾ വീട്ടിൽ ചെന്നു. ഉച്ച കഴിഞ്ഞൊരു 3:30 അവിടെ ചെന്നൊക്കെ സംസാരിച്ചു. സംസാരത്തിനിടയ്ക്ക് ഭാര്യയെ കണ്ട് ചായ എടുക്കാനാണ് അടുക്കളയിലോട്ട് പോയി. ഈ സമയത്ത് മുൻവശത്തിരുന്ന വീടിനകത്തിരുന്ന സുദർശൻ്റെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞു. പെപ്പർ സ്പ്രേ ആണോ എന്നറിയില്ല. സുദർശൻ്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞു. ഇത് അപകടം മനസ്സിലാക്കിയ സുദർശൻ ഒച്ചയ്ക്ക് നിലവിളിച്ചു. ഭാര്യ ഇത് കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്നു. എന്നിപ്പം ഭാര്യയുടെ കണ്ണിലേക്കും മുളക് പൊടി ഇയാൾ എറിഞ്ഞു. രണ്ടുപേരും കാഴ്ചയില്ലാതെ അവിടെ ഇരുന്നു പോയി. ഇയാൾ ഈ സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തി. അല്പസ്വല്പം ദേവോത്തരൊക്കെ ഏൽപ്പിച്ചു. ആ ഭീഷണിയിൽ ഇയാൾ ആ വീട്ടിലെ അലമാരയിൽ നിന്ന് 12 പവനോളം സ്വർണ്ണാഭരണങ്ങളെടുത്തു. ആ അലമാരയിൽ ഇരുന്ന ക്യാഷും ഇയാളെടുത്തു. അതിനുശേഷം ഈ ക്രിമിനലിൻ്റെ നടപ്പ് നമ്മൾ സൂക്ഷിക്കണം. ധൃതിയൊന്നുമില്ല. ഇവർ സ്പ്രേ കണ്ണിലെ കഴുകുമൊക്കെ താമസിക്കുമല്ലോ. ഇയാൾ പതുക്കെ വീട്ടിൽ നിന്ന് നടന്ന് റോഡിലെത്തി. ആലപ്പുഴ മെഡിക്കലിൻ്റെ കളർകോട് ഭാഗത്തേക്ക് ഇയാൾ പതുക്കെ നടന്നു. കാരണം എത്ര ധൈര്യസമേതമാണ് പോകുന്നത്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം ചെന്നിട്ട് ഇയാൾ ഒരു ഓട്ടോ പിടിച്ചു. ആ ഓട്ടോയിൽ കയറി ആലപ്പുഴ ടൗണിൽ ചെന്ന് അത് ഒരു മാല ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു. അതിനുശേഷം വൈകിട്ടോട് ഇയാൾ താമസിക്കുന്ന വാടക വീട്ടിൽ ചെന്നപ്പം അവിടെ നിൽക്കുന്നു പോലീസ്. അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന ഒരു 5000 രൂപയും കുറച്ച് സ്വർണ്ണാഭരണവും പോലീസ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഇയാളെ അറസ്റ്റ് ചെയ്തു. 42 വയസ്സുകാരനായ ഇയാൾ ആനന്ദാശ്രമം ചാമക്കുറ്റി വീട്ടിലെ രാജ്മോഹനാണ്. വർഷങ്ങളായിട്ട് കാസർഗോഡ് അവിടുന്ന് സ്ഥലം വിട്ട് ഫ്രോഡായ ഇയാൾ എറണാകുളത്ത് പല രീതിയിലുള്ള ഫ്രോഡ് നടത്തി. അവിടെ ഒരു ഫ്ലാറ്റിൽ നടത്തി. ആ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ഒറ്റയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇയാൾ ആലപ്പുഴയിലെ വാടകയ്ക്ക് താമസിക്കുന്ന അവിടെയും വാടക കുടിശ്ശികയായിരുന്നു. ഇപ്പോൾ അവൻ്റെ ഒരു 2.5 ലക്ഷം രൂപ പണയം വെച്ച് ലഭിച്ച ഉടൻ 50,000 രൂപ ഓൺലൈനിൽ ആ വാടകക്കാരൻ. അപ്പോൾ അവിടെ പോയി താമസിക്കാവില്ല, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഓൺലൈനിൽ 50,000 രൂപ അയച്ചു കൊടുത്തു. വാടക കുടിശ്ശിക തീർത്തു. അതിനുശേഷം സേഫായിട്ട് മാന്യനായി അയാളുടെ വാടക വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഇയാളെയും കാത്ത് പോലീസ് ഇരിക്കുന്നത് കണ്ടത്. ഏതായാലും അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ റിക്കവർ ചെയ്തു. അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു.